നമസ്കാരം. തിരുവനന്തപുരം ബാലരാമപുരം എന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു സംഭവം എന്നാണ് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മാവൻ, 2 വയസ്സുള്ള കുഞ്ഞിനെ അതിൻ്റെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊടുത്ത സംഭവം. ഈ സംഭവം കേരളത്തിലെ എല്ലാ ചാനലുകളും റിപ്പോർട്ടർ ടി വി കാണാൻ ഇഷ്ടം പോലെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വളരെ ഗൗരവമുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിഷയങ്ങളൊക്കെ പിന്നീട് നമുക്ക് പറയാം. കുറച്ച് വിവരങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും സ്റ്റോർ ചെയ്യട്ടെ. പക്ഷേ നമ്മൾ പോലീസ് പറയുന്നതിന് മുമ്പ് പറയുന്നത് ശരിയില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ വിഷയം അല്പം അധാർമികവും അസന്മാർഗികവുമാണ്. അതുകൊണ്ട് അത്ര ഒരു വിഷയം പറയുന്നത് ശരിയല്ല, ഇപ്പം നിലവിൽ പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് പോകാം. എരുമേലിലെ ഒരു 10-12 വർഷം മുമ്പ് അവിടെ ഒരു മനുഷ്യൻ, അയാൾക്ക് 48 വയസ്സുണ്ട്. അയാൾ 23-24 വയസ്സുള്ള തമിഴ്നാട്ടുകാരിയായ, അതായത് ഈ എരുമേലിയുടെ ഒരു പ്രത്യേകത, തമിഴ്നാട്ടുകാരെ ഒത്തിരി പേര് ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി, അവൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാത്ത പെൺകുട്ടി. അവർ 3 പെൺമക്കളാണ്. അപ്പോൾ അതിലൊരു പെൺകുട്ടിയുമായിട്ട് പ്രേമത്തിലായി കഴിഞ്ഞിട്ട് കല്യാണമൊന്നും കഴിച്ചില്ല, ഒന്ന് ജീവിക്കുന്നു. അപ്പോൾ ഈ 48 വയസ്സുകാരന് വേറെ 2 പെൺമക്കളുണ്ട്, ഭാര്യയുണ്ട്. അവർ വിദേശത്തായിരുന്നു. അപ്പോൾ അവരുമായിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അയാൾ ബന്ധം വേർപിരിഞ്ഞ എന്ന് പറയാൻ പറ്റത്തില്ല, നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ടില്ല. നിയമപരമായിട്ട് അല്ലാതെ തന്നെ ഈ പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാവുകയും അവളെ കല്യാണം കഴിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അവളുമായിട്ടൊത്ത് ജീവിക്കുകയും ചെയ്തു. ഒരു കുഞ്ഞുണ്ടായി, 2 വയസ്സുണ്ടായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ വ്യക്തി ആയിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഈ 48 വയസ്സുള്ള ഒരാളും 23 വയസ്സുള്ള ഒരാളും തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിലുണ്ടാകാവുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അവിടെ ബൗദ്ധികമായ പ്രശ്നങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ദാമ്പത്യപരമായ നിരവധി പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് നല്ല ആരോഗ്യമാണ്. ഞാൻ പറഞ്ഞു ആരോഗ്യം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ഈ പെൺകുട്ടി, ഈ 23 വയസ്സുള്ള പെൺകുട്ടി, പിന്നീട് അവർ കുട്ടി ഉണ്ടാകുന്നു, ഒരു ആൺകുഞ്ഞ്, നല്ല സുന്ദരനായ ഒരു ആൺകുഞ്ഞ്. ഇവിടെ കണ്ടതിൽ നല്ല അഴകുള്ള ഒരു സ്ത്രീയാണ്, ഈ യുവതിയാണ്. ഇവിടെ ഈ ഭർത്താവ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ 48 വയസ്സുകാരനുമായിട്ട് പിണങ്ങിയിട്ട് കിണറ്റിലേക്ക് എടുത്ത് ചാടുകയാണ്, കുഞ്ഞുമായിട്ട് എടുത്ത് ചാടിയതിനു ശേഷം ഈ കുഞ്ഞ് മരിച്ചു പോകുന്നു. ഈ കുഞ്ഞ് മരിച്ചുപോയി. ഇവൾക്ക് പിന്നെ ജീവിക്കണമെന്നേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇവിടെ എരുമേലി പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉണ്ട്, അയാളോട് പറഞ്ഞു നീ പോയി ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അവളെ വണ്ടിയിലിരുന്നുകൊണ്ട് നോക്കുന്നൊരു ചിത്രമുണ്ട്. ആ ചിത്രം മലയാള മനോരമ അന്നത്തെ ഭയങ്കര ഒരു പടമായിട്ടാണ് അന്ന് കൊടുത്തത്. കാരണം അതുപോലെ ജീവിതം എന്താണെന്ന് അറിയത്തില്ലാത്തൊരു പ്രായത്തിൽ അവൾക്ക് സംഭവിച്ച ഒരു ദുരന്തം, ആ ഒരു ദുരന്തം, ഒരു കല്യാണമെന്നൊന്നും പറയാൻ പറ്റുകയില്ല. പിന്നീട് ഈ കൊച്ചു മരിക്കുന്നു, കൊച്ചുമായിട്ട് കിണറ്റിച്ചാടുന്നു. അങ്ങനെ ഒരു മരണത്തെ അവൾ മരിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കുമല്ലോ അമ്മയും കുഞ്ഞും കൂടെ കിണറ്റിച്ചാടുന്നത്. അവൾ മരിച്ചില്ല എന്നുള്ളത് വിധി വൈപരീത്യം എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യം മാത്രമാണ്. രാവിലെ ഒരു 6:30 ആയപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട്, ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, താങ്കളെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ തിരക്കിലാണ്, എനിക്ക് 1-2 പരിപാടിയുണ്ട്, നമ്മുടെ 1-2 മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, അയാൾ സമ്മതിക്കുകയില്ല. അപ്പം വന്നേ പറ്റത്തുള്ളൂ പറഞ്ഞു. ആ സ്ഥലത്ത് പോകുന്നു. ദയവ് ചെയ്ത് പ്രിയപ്പെട്ട പ്രേക്ഷകരനോട് ചോദിക്കില്ല, സ്ഥലം ഏതാണെന്ന് ചോദിക്കില്ല. അങ്ങനെ പറയുന്നത് നമ്മുടെ ഈ ഇതിൻ്റെ ഈ പോർട്ടലിൻ്റെ മാന്യതയ്ക്ക് ചേരുന്ന കാര്യം അല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മയും മകനും മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് 80 വയസ്സുണ്ട്, മകനൊരു 40-45 വയസ്സ് കാണും, വയസ്സല്ല കാര്യം. അപ്പോൾ ഈ അമ്മയും മകനും മാത്രമുള്ള വീട്ടിൽ ഈ മകൻ്റെ ജ്യേഷ്ഠൻ അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് ജീവിക്കുന്നതെന്നാണ് ഈ മകൻ പറയുന്നത്. അപ്പോൾ അയാൾ ഇവരെ നോക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ഇളയ മകന് പ്രത്യേകിച്ച് തൊഴിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഇപ്പം ഈ പറഞ്ഞ 3 കാര്യം നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞത് അധാർമികമായ ചില ജീവിതങ്ങളെപ്പറ്റി മാത്രം പറയാൻ വേണ്ടിയാണ് പറയുന്നത്. വിളിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുകയാണ്, അതായത് എന്നെ വിളിച്ച ആളുടെ ചേട്ടനെ ഞാൻ വിളിച്ചു, ഫോണിൽ അയാളുടെ നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് അയാൾ പറയാണ്, അതെൻ്റെ അമ്മയല്ല, ആ സ്ത്രീയുടെ ഭർത്താവ് എൻ്റെ അച്ഛനുമല്ല. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറയാണ്, അയാൾ മലയാളി പോലുമല്ല,
ഇന്ത്യക്കാരൻ പോലുമില്ല, അയാൾ മറ്റൊരു നാട്ടുകാരനാണ്. എനിക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ മുമ്പേ പറഞ്ഞത് ഇത് പേര് വെളിപ്പെടുന്ന ഒട്ടും ശരിയല്ല. അപ്പോൾ അയാൾ പറയുന്നു, അപ്പോൾ ഞാൻ അതിൻ്റെ വർത്തമാനം പറയുന്നത്, എൻ്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ എൻ്റെ അമ്മയാകുന്നേ? ഒരു വിദേശിയുടെ മകനാണ് ഞാൻ. എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്ന് വേണമെങ്കിൽ നാമമാത്രമായി വിളിക്കാവുന്ന ആളെ വഞ്ചിച്ചുകൊണ്ടുണ്ടായ ഒരു മകനാണ് ഞാൻ ഇതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അമ്മയെന്ന് വിളിക്കേണ്ട കാര്യമില്ല. അവരൊരു മുട്ടത്തോട്, ഗർഭപാത്രം എന്ന് പറയുന്ന ഒരു ആവരണം മാത്രമാണ്. ഞാൻ എന്തുകൊണ്ട് ആ സ്ത്രീയെ സ്നേഹിക്കണം? എന്തുകൊണ്ട് അവരെ ഞാൻ നോക്കണം? അത് കഴിഞ്ഞ പക്ഷേ അയാൾ എന്നെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അത്ര പരുഷമായിട്ട് സംസാരിച്ചെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ ടോക്ക് അതെൻ്റെ അകത്ത് പിന്നെ റെക്കോർഡിംഗ് ആയിട്ട് കിടക്കൊണ്ടുവാനും 3 അധാർമികമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം. ഇത്തരം വാർത്തകൾ ചെയ്യാതിരിക്കാൻ ആണ് എനിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മികച്ച നല്ല വീഡിയോയുമായിട്ട് നാളെ കാണാം.